To view this video in English, please click the link given above. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമുക്കിന്ന് രണ്ടാമത്തെ ചാപ്റ്റർ തുടരാം. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കിങ്ഡം മൊണീറയും കിങ്ഡം പ്രോട്ടിസ്റ്റയും കഴിഞ്ഞു. നമുക്കിനി കിങ്ഡം ഫംഗൈ തുടരാം. ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും മധ്യഭാഗത്ത് വരുന്നതാണ് കിങ്ഡം ഫംഗൈ. അപ്പോൾ നമുക്കറിയാം ഒരു ഗ്രഡേഷൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ആദ്യം നമ്മൾ മൊണീറ കണ്ടു, യൂണിസെല്ലുലാർ ആണ്, പ്രോക്യാരിയോട്ടിക് ആണ്. അടുത്ത കണ്ടു യൂണിസെല്ലുലാർ ആണ്, യൂകാരിയോട്ടിക് ആണ്. ഇനി അടുത്ത പ്ലാന്റും ആനിമൽസ് നമുക്കറിയാം യൂകാരിയോട്ടിക് തന്നെ മൾട്ടി സെല്ലുലാർ ആണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഫംഗസിൽ യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാറും ഉണ്ട്. അതായത് യൂണിസെല്ലുലാർ ആയിട്ട് ഒരേ ഒരു മെമ്പറാണുള്ളത് ഈസ്റ്റ്, ബാക്കിയെല്ലാം എന്താണ് മൾട്ടി സെല്ലുലാർ ആണ്. ഇത് കുറച്ച് യുണീക്ക് ഫീച്ചേഴ്സ് ഉള്ളതാണ്. കാരണം സെൽ വോൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ആദ്യം പ്ലാന്റ് കിങ്ഡത്തിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും ഈ സെൽ വോള് മറ്റുള്ള സെല്ലുലോസ് കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇവയ്ക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യാനായിട്ട് ക്ലോറോഫിൽ ഒന്നുമില്ല. ഇവ ഹെറ്ററോട്രോഫിക് ആണ്. അതുകൊണ്ട് പിന്നീട് അവയെ മാറ്റി വിറ്റാക്കർ ഒരു കിങ്ഡത്തിന്റെ റാങ്ക് കൊടുത്ത് സെപ്പറേറ്റ് ആയിട്ട് പ്രതിഷ്ഠിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ ജനറൽ ഫീച്ചേഴ്സ് കുറച്ച് നോക്കാം. ആദ്യമായിട്ട് ഇത് എ ക്ലോറോഫിലസ് ആണ്. അതായത് അവർക്ക് ക്ലോറോഫിൽ ഇല്ല, അതുകൊണ്ട് തന്നെ സ്വയം ഭക്ഷണം പാകം ചെയ്യാൻ കഴിയില്ല, പാകം ചെയ്യല്ല, പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. സ്പോർ ബെയറിംഗ്, ഇവയ്ക്ക് സ്പോർസ് ഉണ്ട്. അപ്പോൾ ആദ്യം എന്താണ് ഈ സ്പോർസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്പോർസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു നേക്കഡ് എംബ്രിയോ ആണ്, തിക്ക് കവറിംഗ് ഉള്ളത്. സാധാരണ എംബ്രിയോ സീഡിനകത്തല്ലേ കാണുന്നത്, അതായത് ഫെർട്ടിലൈസേഷന്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. പക്ഷേ സ്പോർസ് എന്ന് പറയുന്നത് ഈ ഒരു പുതിയ ഓർഗാനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിയാവുന്ന ആ ഒരു സ്ട്രക്ചറാണ്. അത് ഒരു തിക്ക് വോളിനകത്താണ് ഇരിക്കുന്നത്. അത് ഒരു സെല്ലുള്ളതാണ്, വളരെ മൈക്രോസ്കോപ്പിക് ആണ്. ഓക്കെ, അതിന് ഈ തിക്ക് വോൾ ഉള്ളത് കൊണ്ട് തന്നെ പുറത്തെ കണ്ടീഷൻസ് അൺഫേവറബിൾ ആകുമ്പോൾ ഇവ വളരെ പാസീവായിട്ട് എവിടെയെങ്കിലും മിണ്ടാതെ ഇരിക്കും. എന്നിട്ട് പിന്നീട് അത് വളരുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒന്ന് യൂകാരിയോട്സ് ആണ്, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഇനി എവിടെയൊക്കെ കാണാം എന്നുള്ളതാണ്. ഇത് കോസ്മോപൊളിറ്റൻ ആണ്. കോസ്മോപൊളിറ്റൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കാണുന്നു എന്നാണ് അർത്ഥം. അതായത് വെള്ളത്തിൽ, സോയിലിൽ, എയറിൽ, നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ, അല്ലെങ്കിൽ അഴുകുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ തടികളിൽ, നമ്മുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ, ലെതറിൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ ഇത് കാണാൻ കഴിയും. ശരീരത്തിൽ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും. ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ബ്രെഡ് കഴിക്കുമ്പോൾ ബ്രെഡ് കഴിക്കുന്നു, അല്ലെങ്കിൽ വൈൻ, ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഫംഗസ് ഉപയോഗിച്ചിട്ടാണ്. അതെന്താണ്? ഈസ്റ്റ് എന്ന യൂണിസെല്ലുലാർ ഫംഗസ് കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതപ്പോൾ നമ്മൾ ബേക്കിങ്ങിനും ബ്രൂവിങ്ങിനും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം അത് പെനിസിലിൻ എന്ന ആൻറ്റിബയോട്ടിക് ആണെങ്കിൽ പെനിസിലിയം നൊട്ടേറ്റം എന്നൊരു ഫംഗസിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ നമ്മളൊരു ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചിട്ട് കുറേ ദിവസം ഉപയോഗിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പുറത്ത്, എസ്പെഷ്യലി തക്കാളിയുടെ പുറത്തൊക്കെ ഒരു വെള്ള കോട്ടണി പാച്ച് വരാറുണ്ട് അല്ലേ. അത് ഫംഗസാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗം അങ്ങനെയുള്ളത് ചെത്തിക്കളയുക അല്ലെങ്കിൽ അതിന് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ പ്രധാനമായിട്ട് അച്ചാറൊക്കെ എടുക്കുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കിയ അച്ചാർ നനഞ്ഞ സ്പൂണൊക്കെ ഇട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം തുറക്കുമ്പോൾ അതിൻ്റെ പുറത്തൊരു വെള്ള പൂപ്പൽ കാണും. അതെന്താണ്? അതും ഫംഗസ് തന്നെയാണ്. ഇനി ചിലരുടെ ദേഹത്തൊക്കെ വട്ടത്തിലൊരു ഇൻഫെക്ഷൻ വരും. അതിൻ്റെ പേര് റിംഗ് വോം എന്നാണ്. അതെന്താണ്? അത് ഫംഗസ് ആണ്. ചിലർക്കത് കാലിലെ വിരലുകൾക്കിടയിൽ അത്ലീറ്റ്സ് ഫുട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ടോയുടെ ഇടയിലൊക്കെ ഇൻഫെക്ഷൻ വരുമ്പോൾ അതും എന്താണ്? ഫംഗൽ ഇൻഫെക്ഷനാണ്. ഇനി ചിലർക്ക് ഇൻസൈഡ് ഇൻഫെക്ഷൻ ഉണ്ടാകാം. അതുപോലെ തന്നെയാണ് പ്ലാന്റ്സിലും പല രോഗങ്ങളും ഇൻഫെക്ഷൻ കൊണ്ട്, ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് യൂസ്ഫുള്ളാണ്, ചില സമയത്ത് ഇത് ഹാംഫുള്ളും ആണ്. ഇനി ഇതിൻ്റെ ബോഡിയെക്കുറിച്ച് പറഞ്ഞാൽ, പണ്ട് ഇത് പ്ലാന്റ് കിങ്ഡത്തിലാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു റൂട്ട് സിസ്റ്റവും ഒരു ഷൂട്ട് സിസ്റ്റവും ഒക്കെ മനസ്സിൽ വരും. പക്ഷേ ഇതിൽ അതൊന്നും തന്നെ ഇല്ല. ടാലോയിഡ് ബോഡിയാണ്. താലോയിഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതാണ് താലസ് എന്ന് പറയുന്നത്. പല രൂപത്തിലാകാം. ഇപ്പോൾ ഈസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ അത് യൂണിസെല്ലുലാർ ആണ്. അതേസമയം ചിലപ്പോൾ അത് ഫിലമെൻ്റസ് രൂപത്തിൽ കാണുന്നു. അതിന് എക്സാമ്പിൾ മ്യൂക്കർ, ആസ്പെർഗില്ലസ്, പെനിസിലിയം ഒക്കെയാണ്. ഇനി ചിലത് മാക്രോസ്കോപ്പിക് ആണ്. കാരണം ഇത് മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാലല്ല, പക്ഷെ ഒരു ഫിലമെൻ്റ് അല്ലെങ്കിൽ ഒരു സെല്ലൊക്കെ കണ്ടുപിടിക്കാൻ പാടാണ്. അതേസമയം നമുക്ക് ഈ മഷ്റൂം, നമ്മളൊരു മഴയൊക്കെ കഴിഞ്ഞ് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ മുറ്റത്ത് തടിയൊക്കെ കിടപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കല്ലിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ തെങ്ങിൻ്റെ പുറത്തൊക്കെ ഈ ഫംഗസ് ഉണ്ടായി നിൽക്കുന്നതാണ് അല്ലേ നമ്മുടെ മഷ്റൂം. ഈ മഷ്റൂം വേറൊന്നുമല്ല, എന്താണ്? അതൊരു ഫംഗസ് ആണ്. ഈ മഷ്റൂം നമ്മൾ ഭക്ഷണമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. എല്ലാ മഷ്റൂമും ഉപയോഗയോഗ്യമല്ല, ചിലത് വളരെ പോയിസണസുമാണ്. പിന്നെ മോറൽസ്, അതും ഈ മഷ്റൂം പോലെ ഇരിക്കുന്നതാണ്. ഇവയെല്ലാം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ അല്ലെങ്കിൽ വലുതായിട്ട് ഉണ്ടാകുന്ന സ്ട്രക്ചേഴ്സാണ്. ഇനി ഇതിൻ്റെ ബോഡിയെക്കുറിച്ച് പറഞ്ഞാൽ അതൊരു ഫിലമെൻ്റ് സ്ട്രക്ചറാണ്. ഫംഗസിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഒരു ഫിലമെൻ്റാണ്. ഈ ഫിലമെൻറ്റിനെ ഞാനിങ്ങനെ വരച്ച് കാണിക്കാം. ഇതൊരു ഫിലമെൻ്റ് ആണെങ്കിൽ അതിന് എന്ത് വോളുണ്ട്? സെൽ വോൾ ഉണ്ട് അല്ലേ. അപ്പോൾ സെൽ വോൾ ഞാൻ വരച്ചു.
ഇനി ഇതിനകത്ത് എന്തുണ്ട്? സൈറ്റോപ്ലാസം ഉണ്ട്, പിന്നെ ന്യൂക്ലിയസും ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു ത്രെഡിനെ പറയുന്ന പേരാണ് ഹൈഫ. അപ്പോൾ ഒരു ഫംഗസിന്റെ ബോഡി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ത്രെഡ് പോലൊരു സ്ട്രക്ചറാണ്. അതിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഹൈഫ. ഇനി അതിനെ പ്ലൂറലായിട്ട് കുറേ ഹൈഫയെ നമ്മൾ ഒന്നിച്ചാണ് കാണുന്നത്. ഒരിക്കലും നമ്മൾ ഹൈഫ ഒറ്റയ്ക്ക് കാണില്ല. ഇതെല്ലാം കൂടെ ഒന്നിച്ച് വരുമ്പോൾ പ്ലൂറലിനെ പറയുന്നതാണ് ഹൈഫെ. ഈ ഹൈഫ എല്ലാം കൂടി ചേർന്നിട്ട് ഒരു ടഫ്റ്റായിട്ട് ഇങ്ങനെ പല പല ടൈപ്പ് ഹൈഫ ഇങ്ങനെ ചേർന്നിട്ട് ഒരു കോട്ടണി പാച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രെഡിൻ്റെ പുറത്തൊരു പാച്ച് പോലെ ഉണ്ടാകും, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ പുറത്തൊരു കോട്ടണി പൂപ്പൽ ബാധിച്ച് നമ്മൾ പറയുന്ന ആ വെള്ള സാധനം, അതെന്താണ്? അതിൻ്റെ മൈസീനാണ്, കുറേ ചേർന്നുണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക, ഒരു ഫംഗസിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഫിലമെൻറ്റസ് ആണ്. അതിനെ നമ്മൾ ഹൈഫ എന്ന് പറയുന്നു. കൂടുതൽ ഹൈഫയെ ഒന്നിച്ച് ചേർന്നുണ്ടാകുന്ന ആ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് മൈസീലിയം. ഇനിയുള്ളത് അതിൻ്റെ സെൽവോളിൻ്റെ മെറ്റീരിയൽ എന്തുകൊണ്ടാണ്? പ്ലാന്റ്സിൽ അത് സെൽവോൾ ആണെന്ന് കണ്ടു. ഈ ഫംഗസിൽ വരുമ്പോൾ കൈറ്റിൻ ആൻഡ് പോളിസാക്കറൈഡ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എടുത്തു പറയേണ്ട കാര്യം എന്താണ്? സെൽവോൾ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഏതൊക്കെയാണ്? കൈറ്റിൻ ആൻഡ് പോളിസാക്കറൈഡ്സ്. ഇനി മോഡ് ഓഫ് ന്യൂട്രീഷൻ ഓട്ടോട്രോഫിക് അല്ലെന്ന് കണ്ടു, ഹെറ്ററോട്രോഫിക് ആണ്. അതിൽ മെയിനായിട്ട് എന്താണ്? സാപ്രോഫൈറ്റിക് ആണ്, അല്ലേ? ഡെഡ് ആൻഡ് ഡീകമ്പോസ് മാറ്റർ ആണ്. ദെൻ പാരസിറ്റിക്, പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയൊക്കെ ശരീരത്തിൻ്റെ പുറത്ത് ജീവിച്ചിട്ട് അവയിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്ന രീതിയാണ്. പിന്നെ സിംബയോട്ടിക്. സിംബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ? പരസ്പരം സഹായിക്കുന്നത്, അല്ലേ? മ്യൂച്വലിസം എന്ന് പറയും സിംബയോട്ടിക്. ഒരാളെ സഹായിച്ച് ജീവിക്കുക. നമ്മൾ പണ്ട് ബാർട്ടർ സിസ്റ്റം ഒക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലേ? നമ്മൾ ചക്ക കൊടുത്ത് മാങ്ങ വാങ്ങി എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം. അതായത് ഞാൻ നിനക്ക് ഇത് തരാം, നീ എനിക്ക് തരാം, കോംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഫംഗസ് ബ്ലൂ ഗ്രീൻ ആൽഗയായിട്ട് ചേർന്നാൽ അത് ലൈക്കൻ എന്നാണ് പറയുന്നത്. ഈ ലൈക്കൻ എന്ന് പറയുന്നത് ഇക്കോളജിക്കലി കുറച്ച് സിഗ്നിഫിക്കൻസ് ഉള്ളതാണ്. അതേപോലെ തന്നെയാണ് മറ്റൊരു ഇത് മൈക്കോറൈസ. അതൊരു സിംബയോട്ടിക് അസോസിയേഷനാണ്. അവിടെ ഫംഗസ് ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത്? റൂട്ട്സുമായിട്ട്. വലിയ ട്രീസ്, പൈൻ പോലുള്ള ട്രീസിൻ്റെയൊക്കെ റൂട്ടുമായിട്ട് ആണ് കൂട്ടുകൂടി. ആ ഒരു ബന്ധത്തെ പറയുന്ന പേരാണ് മൈക്കോറൈസ. അതൊരു സിംബയോസിസ് ആണ്. പക്ഷേ ബ്ലൂ ഗ്രീൻ ആൽഗയായിട്ട് കൂട്ടുകൂടുമ്പോൾ പറയുന്ന പേരാണ് ലൈക്കൻ. ഇനി ഒരു ഓർത്ത് വയ്ക്കാവുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമുക്കറിയാം ബാക്ടീരിയയിൽ നമ്മളൊരു എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലർ DNA കണ്ടു. അതിൻ്റെ പേരെന്താണ്? പ്ലാസ്മിഡ്. അപ്പോൾ ബാക്ടീരിയ കൂടാതെ പ്ലാസ്മിഡ് പ്രസൻ്റ് ആയിട്ടുള്ള ആർക്കാണ്? ഫംഗസിന്. ഇനി നമുക്ക് ഫംഗസിൻ്റെ ജനറൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ആദ്യമായിട്ട് 3 തരത്തിലുള്ള റീപ്രൊഡക്ഷൻ, നമ്മൾ 3 തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ആണെന്ന് അറിയാം. അത് 3ഉം ഏതിലുണ്ട്? ഫംഗസിലുണ്ട്. ഓക്കെ, ആദ്യത്തേത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, പിന്നെ എസെക്ഷൽ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇനി വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ബോഡി പാർട്ടിൽ, വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്ന് പ്രത്യേകിച്ച് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഒന്നുമില്ല, പ്രത്യുൽപാദനത്തിനായുള്ള അവയവങ്ങളോ സെൽസോ ഒന്നുമില്ല, ബോഡിയിൽ നിന്ന് തന്നെ ഉണ്ടാകുമ്പോഴാണ് അതിനെ നമ്മൾ സാധാരണയായിട്ട് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ 3 തരമുണ്ട്: ഫ്രാഗ്മെന്റേഷൻ, ബഡ്ഡിംഗ് ആൻഡ് ഫിഷൻ. നിങ്ങൾ കഴിഞ്ഞ വർഷം ഫ്രാഗ്മെന്റേഷൻ പഠിച്ചു, സ്പൈറോഗൈറയിൽ, അല്ലേ? അതായത് ബോഡി മെച്ചുർ ആയി കഴിയുമ്പോൾ അത് കുറേ പീസസ് ആയിട്ട് അങ്ങ് ബ്രേക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ ഓരോ പീസും ഫുൾ ഒരു ഓർഗാനിക്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ഫ്രാഗ്മെന്റേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത് വരുന്ന ആരാണ്? ബഡ്ഡിംഗ്. ഈ ബഡ്ഡിങ്ങും മൂന്നാമത്തെ ഫിഷനും സാധാരണയായി യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഒന്ന് പറയൂ, ഏതിലായിരിക്കും അത് കാണുക? ഈസ്റ്റിൽ, അല്ലേ? ഈസ്റ്റിൽ പ്രധാനമായിട്ടും നമ്മൾ ബഡ്ഡിംഗ് ആണ് കണ്ടുവരുന്നത്. അതായത് ഈ സെല്ലിൽ നിന്ന് ഇതൊരു കൈൻഡ് ഓഫ് ഡിവിഷൻ തന്നെയാണ്, പക്ഷേ അൺഈക്വൽ ആണ്. ഒരു സൈഡിൽ ഒരു ചെറിയൊരു ബഡ് ആദ്യം അപ്പിയർ ചെയ്തതിന് ശേഷമാണ് ന്യൂക്ലിയസ് അതിലേക്ക് മാറിയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് ആ ബഡ് ഡിറ്റാച്ച് ചെയ്യും. ചിലപ്പോൾ ഒരു ബഡ് ഡിറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കൂടുതൽ ബഡുകൾ അതിലേക്ക് അറ്റാച്ച് ചെയ്യും. അപ്പോൾ നമ്മളതിനെ ചെയിൻ ബഡ്ഡിംഗ് എന്ന് വിളിക്കാറുണ്ട്. ഇനിയും രണ്ടാമത്തെ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇവിടെ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആയാലും സെക്ഷൽ റീപ്രൊഡക്ഷൻ ആയാലും സ്പോർസ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സ്പോർസ് എന്ന് പറഞ്ഞാൽ യൂണിസെല്ലുലർ ആയിട്ടുള്ള തിക്ക് വോൾ സ്ട്രക്ചേഴ്സ് ആണ്. അതിൻ്റെ പുതിയ ഓർഗാനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഓർഗാനിസം അല്ലെങ്കിൽ ഓർഗാനിസം സ്റ്റേജ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് സ്പോർട്സിൻ്റെ പേര് പഠിച്ചിരിക്കുക എന്നുള്ളത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ അത് എഴുതി വെച്ച് മനസ്സിലാക്കി റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ബയോളജിയിൽ കുറേ കുട്ടികൾക്കുള്ള വിഷമമാണ് ഈ വേർഡ്സ് എങ്ങനെ ഓർത്തിരിക്കുക എന്നുള്ളത്, അല്ലേ? പല വേർഡ്സും ഞാൻ പഠിപ്പിക്കുമ്പോൾ അർത്ഥം പറഞ്ഞു എന്നാണ് മനസ്സിലാക്കിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ ഇതെല്ലാം ഒരു റെപ്പറ്റീഷനാണ്. അത് ചെയ്താൽ മാത്രമേ നമുക്ക് ആർക്ക് സൂപ്പർ ബ്രെയിൻ ഒന്നുമില്ല. നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. ഇനിയിപ്പോൾ ഇത് കണ്ടിരിക്കുന്നതിൽ സൂപ്പർ ബ്രെയിൻ ഉള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സാധാരണ രീതിയിലുള്ള കുട്ടികളെയാണ് ഞാൻ എൻ്റെ മുമ്പിൽ കാണുന്നത്. അപ്പോൾ നമ്മളെല്ലാം പഠിക്കുമ്പോൾ എന്താ, ആദ്യം ഒരു പ്രാവശ്യം ഒന്ന് വായിച്ച് നമുക്ക് മനസ്സിലായിരിക്കില്ല. അപ്പോൾ അത് കുറച്ച് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, റിവൈസ് ചെയ്യേണ്ടി വരും. അതിന് നമ്മൾ കുറച്ച് സമയം കൊടുക്കണം. അല്ലാതെ ബയോളജി ഞാൻ പൊതുവേ കണ്ടുവരുന്നത്
കുട്ടികളെല്ലാം വളരെ സിമ്പിളാണെന്ന് വിചാരിക്കും. പരീക്ഷയുടെ പല ദിവസം എടുത്ത് വായിച്ചിട്ട് പോയി എഴുതാൻ നോക്കുമ്പോൾ ഒന്നും കിട്ടില്ല. കാരണം ഇത് പ്യുവർ സയൻസ് ആണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു സ്റ്റോറി പോലെ വായിച്ചു പോകാൻ പറ്റിയതല്ല. അങ്ങനത്തെ ചില ചാപ്റ്റേഴ്സ് ചില ഭാഗങ്ങളുണ്ട്. പക്ഷേ എപ്പോഴും ഓർക്കുക ഇതൊരു പ്യുവർ സയൻസ് ആണ്. നിങ്ങൾ ശ്രദ്ധ കൊടുത്ത് പഠിച്ചാൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ ചിലർ പറയും ബയോളജി ബൈഹാർട്ട് ചെയ്യേണ്ട സബ്ജക്റ്റ് ആണെന്ന്. ഓക്കെ, ബയോളജിയിൽ രണ്ടും ഉണ്ട്. നമ്മൾ 11th പഠിക്കുന്ന ക്ലാസിക്കൽ ബയോളജിയിൽ ഏറെക്കുറെ നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അടുത്ത വർഷം നിങ്ങൾ 12th ചെല്ലുമ്പോൾ കുറച്ചുകൂടി ആപ്ലിക്കേഷൻ മൈൻഡാണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെക്കുക. ഒരു എന്താ പറയുക, ഒരു പ്രജുഡിസോട് കൂടി, ഒരു മുൻവിധിയോട് കൂടി ഈ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യാതിരിക്കുക. സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് ശ്രദ്ധിച്ചു പഠിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. അപ്പോൾ ഇവിടെ ഇത് കുറച്ച് വേർഡ്സ് വരും, കുഴപ്പമില്ല. ആദ്യം കേൾക്കുമ്പോൾ അപരിചിതമായിട്ടിരിക്കും. ഇപ്പം ഞാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ കേൾക്കും, അത് കഴിയുമ്പോൾ നിങ്ങളുടെ ടീച്ചർ പഠിപ്പിച്ചപ്പോൾ കേട്ട് കാണും, അല്ലെങ്കിൽ ഇനി കേൾക്കും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും അതിലോട്ട് വരും. പിന്നെ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോഴൊക്കെ ഇത് വരുമ്പോൾ തീർച്ചയായിട്ടും കിട്ടും, കുഴപ്പമൊന്നുമില്ല. ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല കേട്ടോ. അപ്പോൾ അസെക്ഷൽ സ്പോർസ് ഏതൊക്കെയാണ്? കൊനീഡിയ ഉണ്ട്, സ്പൊറാഞ്ചിയോസ്പോർസും ഉണ്ട്. ഈ കൊനീഡിയ എന്ന് പറയുന്നത് നോൺ മോട്ടൈലാണ്. നോൺ മോട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താ? അത് അനങ്ങാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് നോൺ മോട്ടൈൽ എന്ന് പറയുന്നത്. അതേസമയം സ്പൊറാഞ്ചിയോസ്പോർസിൽ രണ്ട് തരത്തിലാകാം. മോട്ടൈൽ സ്പോർസ് കാണാം, അനങ്ങാൻ പറ്റുന്നത്. അപ്പം മൂവ് ചെയ്യാൻ പറ്റുന്നതിന് നമ്മൾ എന്ത് പറയും? സൂസ്പോർസ് എന്ന് പറയും. അതേസമയം നോൺ മോട്ടൈൽ സ്പോർസിനെ നമ്മൾ എന്ത് പറയും? എപ്ലാനോസ്പോർസ്. അവയ്ക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മൂവ് ചെയ്താൽ സൂസ്പോർസ്, മൂവ് ചെയ്തില്ലെങ്കിൽ എപ്ലാനോസ്പോർസ്. ഇനി പിന്നെ വേറൊരു രീതിയിൽ ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ കൊനീഡിയെ ഞാൻ വേറെ എഴുതി, സ്പൊറാഞ്ചിയോസ്പോർസും വേറെ ആയിട്ട് എഴുതി. ഇതിൻ്റെ പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒന്ന് പുറമേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സോജീനസ്ലി പ്രൊഡ്യൂസ്, മറ്റേത് അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറിൻ്റെ അകത്ത്, അതാണ് എൻഡോജീനസ്ലി പ്രൊഡ്യൂസ്ഡ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഹൈഫ വരച്ചു എന്ന് വിചാരിക്കാം. ഞാൻ പറഞ്ഞു കുറേ ഇങ്ങനെ മൈസീലിയം ഹൈഫയെ ചേർന്നിട്ട് ഈ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് പറയും? ഇതിനെ പറയുന്നത് മൈസീലിയം എന്നാണ് അല്ലേ? അപ്പോൾ ഈ മൈസീലിയത്തിൽ നമ്മൾ റീപ്രൊഡക്ഷൻ്റെ സമയമാകുമ്പോൾ ഒരു സ്ട്രക്ചർ ഉണ്ടാകും. ഈ സ്പോർ ഉണ്ടാകുന്ന സ്ട്രക്ചേഴ്സിനെ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് ഫ്രൂട്ടിംഗ് ബോഡി എന്നാണ്. ഇവിടെ നമ്മുടെ ഫ്രൂട്ടുമായിട്ട് യാതൊരു ബന്ധമില്ല. ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഒരു സ്ട്രക്ചർ മുകളിലേക്ക് വരികയാണ്. എന്നിട്ട് അതിനകത്തുനിന്ന് കുറച്ച് സ്ട്രക്ചർ വന്നു. ഓരോന്നിലും എന്തുണ്ട്? കുറേ സ്പോർസ് ഇങ്ങനെ ഉണ്ടായി. എന്നിട്ട് ഈ സ്പോർസ് ഡിറ്റാച്ച് ചെയ്ത് ഇവിടെയൊക്കെ ഇങ്ങനെ വളരെ യൂണിസെല്ലുലാർ ആയ തിക്കുകൾ, വളരെ കനം കുറഞ്ഞ ഡസ്റ്റിൻ്റെ അത്രേ ഉള്ളൂ. അപ്പോൾ അത് വിൻഡിൽ കൂടെയും പല കാരിയേഴ്സിൽ കൂടെയും ഒക്കെ കടന്ന് എവിടെ എത്തും? ഏതെങ്കിലും ഒരു സർഫസിൽ ലാൻഡ് ചെയ്യും. അങ്ങനെ അവിടെ ഫേവറബിൾ കണ്ടീഷൻ കിട്ടിയാൽ, ഇപ്പോൾ സപ്പോസ് അതൊരു വെജിറ്റബിളിൻ്റെ പുറത്താണ് ലാൻഡ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു ബ്രെഡിൻ്റെ പുറത്താണ് ലാൻഡ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും അതിന് വളരാൻ പറ്റും അല്ലേ? അപ്പോൾ ഇവിടെ ഇത് ഉണ്ടാക്കിയിരിക്കാൻ പ്രത്യേക സ്ട്രക്ചർ ഒന്നുമില്ല. ഇതിൻ്റെ പുറത്തുനിന്നാണ് ഇത് ഡിറ്റാച്ച് ചെയ്ത് പോകുന്നത് അല്ലേ? കവർ ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ കവർ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പറയുന്ന പേരാണ് എക്സോജീനസ്. ഓക്കെ, എക്സോജീനസ് സ്പോർസ് ആണ്. ഇനി അടുത്ത സ്ട്രക്ചർ നോക്കിയാൽ ഇതിലും ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് ഇതൊരു റൗണ്ട് സ്ട്രക്ചറായി. ഇതിനെ പറയുന്ന പേരാണ് സ്പൊറാഞ്ചിയം. ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്ക് 10th ടെക്സ്റ്റ് ബുക്കിൽ ഓർക്കുന്നുണ്ടെങ്കിൽ അതിൽ ബ്രെഡിലെ റൈസോപ്പസിൽ ഇതിൻ്റെ ഈ പടം ഉണ്ടായിരുന്നു. അവിടെ കാണിച്ചിരുന്നത് എന്താണ്? ബ്ലോബ് ഓൺ എ നോബിലൈസ് സ്ട്രക്ചർ എന്നൊരു വേർഡ് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഇതിനകത്ത് എന്തുണ്ടാകും? നമ്മുടെ സ്പോർസ് ഉണ്ടാകും. എന്നിട്ട് ഈ സ്പൊറാഞ്ചിയ ബ്രേക്ക് ചെയ്ത്, സ്പൊറാഞ്ചിയ പ്ലൂറലാണ്, സ്പൊറാഞ്ചിയം സിംഗുലർ. സ്പൊറാഞ്ചിയം ബ്രേക്ക് ചെയ്തിട്ട് ഈ സ്പോർസ് വെളിയിൽ വരും. വീണ്ടും സെയിം സ്ട്രക്ചർ തന്നെയാണ്. ഇത് പുറത്ത് വന്നിട്ട് ഇത് എവിടെയെങ്കിലും പോയി വീഴും. അപ്പോൾ ഇവിടെ പക്ഷേ ഈ സ്പോർസ് ഒരു സ്ട്രക്ചറിൻ്റെ അകത്താണ് അല്ലേ? അപ്പോൾ നമ്മൾ അതിന് എന്ത് പറയും? എൻഡോജീനസ്. സോ എക്സോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് ആണ്. അതിന് എക്സാമ്പിളാണ് കൊനീഡിയ. അപ്പോൾ കൊനീഡിയ എക്സോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് ആണ്, വേറെ സ്പൊറാഞ്ചിയോസ്പോർസ് എൻഡോജീനസ്ലി. ആ എൻഡോജീനസ്ലി പ്രൊഡ്യൂസ് ചെയ്ത സ്പൊറാഞ്ചിയോസ്പോർസ് മൂവ് ചെയ്യെങ്കിൽ സൂസ്പോർസും, മൂവ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ എപ്ലാനോസ്പോർസും ആണ്. അപ്പോൾ മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഫ്ലാജെല്ല. ഇനി സെക്ഷൽ സ്പോർസ് ആണ്. സെക്ഷൽ സ്പോർസിൽ വരുന്നത് ഊസ്പോർസ്, ആസ്കോസ്പോർസ്, ബസീഡിയോസ്പോർസ് ആണ്. ഇതെല്ലാം നമ്മുടെ ഓരോ ഫംഗസിന്റെ നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ അത് ഏത് ടൈപ്പാണോ അതിനനുസരിച്ചാണ് ഈ പേരുകൾ വരുന്നത്. ഇനി നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫംഗസ് മനസ്സിലാക്കാം. ഇത് 3 സ്റ്റേജിലായിട്ടാണ് നടക്കുന്നത്. ആദ്യത്തേത് പ്ലാസ്മോഗാമി, രണ്ടാമത്തേത് കാരിയോഗാമി, മൂന്നാമത്തേത് മെയോസിസ്. അപ്പോൾ പ്ലാസ്മോഗാമി എന്ന് പറഞ്ഞാൽ ഗാമി എപ്പോഴും മീൻ ചെയ്യുന്നത് ഫ്യൂഷൻ എന്നാണ്. അപ്പോൾ പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ പ്ലാസ്മോഗാമി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം എപ്പോൾ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിലും അതിന് പ്രത്യേകതരം ചില സെല്ലുകൾ ഉണ്ടാകുന്നുണ്ട് ആ ഫ്യൂഷന് വേണ്ടിയിട്ട്. അതിനെ നമ്മൾ എന്താ പറയുന്നത്? ഗാമീറ്റ്സ് അല്ലേ? അപ്പോൾ ആദ്യം ഇവിടെ ഒരു ഗാമീറ്റ് ഉണ്ടായി, വേറൊരു ഗാമീറ്റും ഉണ്ടായി. ഓക്കെ, അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ മെയിൽ ഗാമീറ്റ്, ഫീമെയിൽ ഗാമീറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ മെയിൽ ഫീമെയിൽ എന്ന് കണ്ടില്ലെങ്കിലും പ്ലസ് മൈനസ് എന്നുള്ള സ്ട്രെയിൻ ആയിട്ട് നമ്മൾ എടുക്കും. കാരണം അവ രണ്ടും രണ്ട് ജെനറ്റിക് മേക്കപ്പ് ആണ്. അവരുടെ ജീൻ സെയിം അല്ലല്ലോ, DNA സെയിം അല്ല, അപ്പോൾ അവർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒന്നിനെ പ്ലസ് എന്ന് എടുക്കാം, ഒന്നിനെ മൈനസ് എന്ന് എടുക്കാം. അപ്പോൾ ഇത് ഈ ഗാമീറ്റ്സ് പലതരത്തിലാകാം. ഫസ്റ്റ് ഐസോഗാമസ്.
ഐസോ മീൻസ് വോട്ട് സെയിം. രണ്ട് ഗമീറ്റും ഒരുപോലെ ഇരിക്കും. ഇപ്പം ഇവിടെ നോക്കിയാൽ മനസ്സിലാവും രണ്ടും ഒരുപോലെയാണ് അല്ലേ. നമുക്ക് ഏതാ മെയിൽ ഏതാ ഫീമെയിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇനി ചിലതിൽ അനൈസോഗ്യാമസ് മീൻസ് ഓപ്പോസിറ്റ്, ഡിസിമിലർ, ഒന്ന് വലുത് ഒന്ന് ചെറുത്. മൂന്നാമത്തത് ഊഗ്യാമസ്. ഊഗ്യാമസ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഹയർ ഓർഗാനിസത്തിലൊക്കെ കാണുന്നത് പോലെ മെയിൽ ഗ്യാമീറ്റ് സ്മോൾ ആൻഡ് മോട്ടൈൽ, മൂവിങ് ആയിരിക്കും, ചെറുതായിരിക്കും, ലൈക്ക് സ്പേം. ഫീമെയിൽ ഗ്യാമീറ്റ് വലുതായിരിക്കും, നോൺ മോട്ടൈൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് ഇവിടെ വരുന്നത് ഗ്യാമീറ്റ്സിൻ്റെ ടൈപ്പ്. ഇനി നോക്കൂ, പ്ലാസ്മോഗ്യാമിയിൽ എന്ത് സംഭവിക്കും? ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഫ്യൂസ് ചെയ്യും അല്ലേ, പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്യും. അപ്പോൾ അതിനകത്ത് എന്ത് കാണും? രണ്ട് ന്യൂക്ലിയസ് കാണും. ഒരു മുഖം പോലെ ഇരിക്കുന്നുണ്ടോ? അപ്പോൾ ഈ രണ്ട് ന്യൂക്ലിയസ് കാണുന്ന സ്റ്റേജ്, ഇത് ഇവിടെ രണ്ട് ന്യൂക്ലിയസ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെ ഡൈ ക്യാരിയോൺ എന്ന് പറയും. ഡൈ മീൻസ് രണ്ട്, ക്യാരിയോ മീൻസ് ന്യൂക്ലിയസ്. അപ്പോൾ രണ്ട് ന്യൂക്ലിയസ് ഉള്ള സ്റ്റേജാണ്. ഇവിടെ ഇതിൻ്റെ പ്ലോയിഡി എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്, ഇതും ഹാപ്ലോയിഡ് ആണ്. നിങ്ങൾക്ക് ഈ ഹാപ്ലോയിഡ് പ്ലോയിഡി അറിയാലോ, നമ്പർ എത്ര ക്രോമസോം സെറ്റ് ഉണ്ടെന്ന്. അതായത് ഇപ്പോൾ എനിക്ക് ഒരു ഓർഗാനിസം എടുക്കുന്നു, അതിനൊരു 5 ക്രോമസോം ഉണ്ടെന്ന് വിചാരിക്കാം. 1 2 3 4 5 എല്ലാം ഓരോ കോപ്പി വീതം ഉള്ളെങ്കിൽ എന്താ പറയുന്നത്? ഹാപ്ലോയിഡ്, അതായത് N. ഇനി അതിൻ്റെയൊക്കെ 2 കോപ്പി ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് പറയും? 2N, ഡിപ്ലോയിഡ്. അതായത് സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിലൊക്കെ എന്താണുള്ളത്? ഡിപ്ലോയിഡ്. എന്തുകൊണ്ടാണ്? ഇപ്പം നമ്മുടെ കാര്യം എടുത്താൽ നമുക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു സെറ്റ് കിട്ടി, 23 അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടി, അതൊരു ഹാപ്ലോയിഡ് സെറ്റാണ്. അമ്മയുടെ കയ്യിൽ നിന്ന് 23 കിട്ടി, ഹാപ്ലോയിഡ് ആണ്. അപ്പം 23 46 അല്ല അല്ലേ, 1ൻ്റെ 2 കോപ്പി, 2ൻ്റെ 2 കോപ്പി, 3ൻ്റെ 3 കോപ്പി. അപ്പോൾ എന്താ പറയുന്നത്? അതിനെ ഡിപ്ലോയിഡ് കണ്ടീഷൻ. അപ്പോൾ ഇതിനാണ് ഡിപ്ലോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്യാമീറ്റ്സ് എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും. ഓക്കെ, എപ്പോഴും ഗ്യാമീറ്റ്സ് എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ ഈ ഗ്യാമീറ്റ്സ് ഫ്യൂസ് ചെയ്യുമ്പോൾ, പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്തു, ഇവിടെ ന്യൂക്ലിയസ് വന്നു, 2 ന്യൂക്ലിയസ്. ഈ സ്റ്റേജിന് എന്ത് പറയുന്നു? ഡൈകാരിയോൺ. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്ത സ്റ്റേജ് എന്തായിരിക്കും? ഓബ്വിയസ്ലി ഈ രണ്ടും കൂടി ഫ്യൂസ് ചെയ്ത് ഒന്നാവും അല്ലേ. അപ്പോൾ എന്തായി? ഇവിടുത്തെ സ്റ്റേജിന് നമുക്ക് N+N എന്ന് എടുക്കാം. ഇവിടെ നമ്മൾ 2N എന്ന് എഴുതാറായിട്ടില്ല, കാരണം അവർ ഫ്യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്തായി? 2N ആയി, ഡിപ്ലോയിഡ് അല്ലേ. സാധാരണയായിട്ട് നമുക്കറിയാം ഇതെന്ത് ചെയ്യും? പെട്ടെന്ന് അങ്ങ് ഫ്യൂസ് ചെയ്യും. പക്ഷേ ചില ഹയർ ഫംഗയിലൊക്കെ ഈ ഡൈകാരിയോൺ സ്റ്റേജ് കുറച്ച് നേരം ഒന്ന് സ്റ്റേ ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നീട് ആ ഫ്യൂഷൻ നടക്കുകയുള്ളൂ. ഒക്കെ അത് നമ്മൾ ആ ക്ലാസ് ടൈപ്പിലേക്ക് വരുമ്പോൾ പഠിക്കാം. അപ്പോൾ ഡൈകാരിയോൺ സ്റ്റേജ് കഴിഞ്ഞു, അത് ഫ്യൂസ് ചെയ്ത് ഒരു ഡിപ്ലോയിഡ് സ്ട്രക്ചർ ഉണ്ടായി. അപ്പോൾ ഗ്യാമീറ്റ്സ് ഫ്യൂസ് ചെയ്തുണ്ടാകുന്ന സ്ട്രക്ചറിനെ നമ്മൾ എന്താ വിളിക്കുക? സൈഗോട്ട് അല്ലേ. അപ്പോൾ ഇതൊരു സൈഗോട്ടാണ്. അപ്പോൾ സൈഗോട്ട് ഇവിടെ എന്താണ്? ഡിപ്ലോയിഡ് ആണ്. പക്ഷെ നമ്മുടെ ഫംഗസ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ ഈ ഡിപ്ലോയിഡിനെ ഹാപ്ലോയിഡ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മെയോസിസ് നടക്കണം അല്ലേ, റിഡക്ഷൻ ഡിവിഷൻ. റിഡക്ഷൻ ഡിവിഷനിൽ നടക്കുമ്പോൾ ഈ സൈഗോട്ട് മെയോസിസ് നടക്കും. മെയോസിസ് നടക്കുമ്പോൾ എന്തായി? ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാക്കും. അപ്പോൾ ഈ ഹാപ്ലോയിഡ് സ്പോർസ് നമുക്ക് ഫേവറബിൾ കണ്ടീഷനൊക്കെ ആണെങ്കിൽ അതെന്തായി? പുതിയൊരു ഹൈഫൈ ആയിട്ട് അങ്ങ് ബ്രാഞ്ചായിട്ട് ഫിലമെൻറ്റസ് ആയിട്ട് ഹൈഫൈ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ് 3 സ്റ്റേജസ്? പ്ലാസ്മോഗ്യാമി, അതായത് പ്രോട്ടോപ്ലാസ്മിക് ഫ്യൂഷൻ, തുടർന്ന് ക്യാരിയോഗ്യാമി, ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യും, അതിന് കഴിഞ്ഞിട്ടുണ്ടാകുന്ന സൈഗോട്ട് ഡിപ്ലോയിഡ് ആയതുകൊണ്ട് അത് മൈറസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് എന്തായിട്ട് മാറും? ഹാപ്ലോയിഡ് സ്പോർസ് ആയിട്ട് മാറും. ആ സ്പോർസ് ഡെവലപ്പ് ചെയ്തിട്ട് പുതിയ ഹൈഫൈ ഉണ്ടാവും. അപ്പം മനസ്സിലായെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.